ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരണാധികാരികൾ ജനങ്ങളുടെ സേവകരാണ്. അതായത് നമ്മുടെ ഓരോ വോട്ടവകാശവും നൽകിയാണ് നമ്മൾ അവരെ വിജയിപ്പിക്കുക. അത് MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും MP ആണെങ്കിലും ക്യാബിനറ്റ് മിനിസ്റ്റർ ആണെങ്കിലും ഒക്കെ, ഈവൻ പ്രധാനമന്ത്രിയാണെങ്കിലും ജനസേവകരാണ്. അവർക്ക് വേണ്ടത് ദയവും അതുപോലെ തന്നെ വിനയവുമാണ്. തങ്ങളുടെ ജനങ്ങളുടെ സേവനം, അതായത് അവർക്കെന്താണ് വേണ്ടത് എന്ന് കണ്ടറിഞ്ഞ് നൽകേണ്ടവരാണവർ. അല്ലാതെ പണ്ടത്തെ രാജാധികാരം പോലെ അഹങ്കാരം കാണിക്കുകയോ ഏകാധിപത്യം കാണിക്കുകയോ അല്ല വേണ്ടത്. ജനങ്ങളോട് സൗമ്യമായി പെരുമാറുക. KSRTC ജീവനക്കാരുടെ വർക്ക് ഷെഡ്യൂൾ നിങ്ങൾക്കറിയാമെന്നുള്ളതാണല്ലോ. ഒരു ദിവസം രാത്രി തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് രാവിലെ കോഴിക്കോട് എത്തുക. തിരിച്ച് അതേ ദിവസം തന്നെ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തെത്തുക. എന്ത് അധികം പ്രയാസമുള്ളതാണ്. അയാൾ രണ്ട് വശവും നോക്കണം, ഫ്രണ്ട് നോക്കണം, ബാക്കിൽ കൂടെ വരുന്ന വാഹനങ്ങൾ നോക്കണം. അയാളുടെ സ്ട്രെസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതിനിടയിൽ നമ്മൾ ഭരണാധികാരികൾ നമ്മുടെ ഹുങ്കും കാണിച്ചുകൊണ്ട് അവരെ എതിരിടാൻ നിന്നാൽ അതിന് എന്താ പറയുക? നമ്മൾ രാജകുമാരിമാരോ രാജ്ഞിമാരോ ആയിരിക്കും, പക്ഷെ നമ്മുടെ ഹുങ്ക് നമ്മുടെ വീട്ടിൽ പോരെ? നമ്മളെ വോട്ടിട്ട് ജയിപ്പിച്ചു വിട്ട ആ ജനങ്ങളോട് വേണോ? ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, വളരെ തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളോട് നമ്മുടെ തടിമിടുക്ക് കാണിക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ മുകളിലേറ്റിയത് ഇവരല്ലേ? ഓരോ നഗരത്തിൻ്റെയും മേയർ സ്ഥാനം എന്ന് പറയുന്നത് അത് വളരെ വലിയ ദിവ്യമായ, അല്ലെങ്കിൽ വളരെയധികം ഡിഗ്നിറ്റിയുള്ള ഒരു സ്ഥാനമാണ്. ഇപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നഗരത്തിൻ്റെ നായിക അല്ലെങ്കിൽ നായകൻ മേയറാണ്. അവിടെ അവർക്ക് പ്രത്യേക അതിൻ്റെ അധികാര ചിഹ്നങ്ങളുമുണ്ട്. അതിൻ്റെ ഡിഗ്നിറ്റി എല്ലാവരും സൂക്ഷിക്കുക.